ലീഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ലീഗിൽ സർവത്ര ആശയക്കുഴപ്പമാണ്. പി.കെ. ബഷീറിനെയും കെ.എം. ഷാജിയും പരിഗണിക്കുന്നതിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകാനുള്ള സാധ്യത തള്ളാനാകില്ല. നറുക്ക് വീഴുക അഡ്വക്കേറ്റ് വി. അബ്ദുൽ ഗഫൂറിനോ എ.കെ. അഷ്റഫിനോ എന്ന് കണ്ടറിയണം. ടി.വി. ഇബ്രാഹിമിന്റെ പേരും പരിഗണനയുണ്ട്. അപ്പോൾ നിലവിൽ ഉറപ്പിച്ചിരിക്കുന്നത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും എൻ ഷംസുദ്ദീനും മാത്രമാണ്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഒന്ന് രണ്ട് കാര്യത്തിൽ മാത്രമേ ഉറപ്പുള്ളൂ. അത് 5 മന്ത്രിമാർ വേണം എന്നുള്ള നിലപാടിൽ തന്നെ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ ഫോർമുല എന്തായാലും ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇതുവരെയും നമുക്ക് മനസ്സിലായിരിക്കുന്നത്. മറ്റൊരു 2 പേര്, 5 പേരിൽ 2 പേരെ ഉറപ്പിക്കുന്നത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും എൻ ഷംസുദ്ദീനുമാണ്. ഉയർന്നു കേട്ട ചില പേരുകൾ, അത് ബഷീറിന്റെ ഉൾപ്പെടെ പേരുകൾ വെട്ടിമാറ്റണം എന്ന് തന്നെയാണോ? ഈ പേരുകളിൽ നിന്നുമൊക്കെ ആൾക്കാർ മാറാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? പൂജ, കോൺഗ്രസിലായിരുന്നു ഇത്തരത്തിലുള്ള അവ്യക്തതകൾ രൂക്ഷമായി ഉണ്ടാവുക എന്ന് കരുതിയപ്പോഴും ലീഗിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകില്ല. ഒരു ഫൈനൽ ഔട്ടിന്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കരുതിയത്. പക്ഷേ ലീഗിലാണ് ഇപ്പോൾ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആ ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളും ഇത്തരത്തിലുള്ള ഇംപ്രവൈസേഷനും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ ഫൈനൽ 5ലേക്ക് മുസ്ലിം ലീഗിന് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ജില്ലാ നേതൃത്വങ്ങൾ, ജില്ലാ കമ്മിറ്റികൾ പാണക്കാട് സാദിഖ് അലി തങ്ങളെ നേരിട്ട് കണ്ട് അവരുടേതായ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ലീഗിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് നൽകിയ പോലെ ഒരു 5 അംഗ ചിത്രം ഉണ്ടായിരുന്നു. അത് പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.കെ. ബഷീർ, കെ.എം. ഷാജി, ഒപ്പം തന്നെ പാറക്കൽ അബ്ദുള്ള അതിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരികയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഇത്തരത്തിൽ പി.കെ. ബഷീറിന് പേര് വെട്ടേണ്ടതായുള്ള ഒരു സ്ഥിതിയും വന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ആ ബാക്കിയുള്ള സ്പേസ് ഫില്ല് ചെയ്യുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കളമശ്ശേരിയിൽ നിന്ന് ജയിച്ച വി. അബ്ദുൽ ഗഫൂറിനെ പരിഗണിക്കുന്നത് മലബാർ മേഖലയിലുള്ള ജില്ലാ കമ്മിറ്റികൾക്ക് എതിർപ്പുണ്ട്. കാരണം ആദ്യ ടേം MLA ആണ്. അപ്പോൾ ആദ്യ ടേം MLA-മാരെ മന്ത്രിയാക്കേണ്ടതില്ല എന്നുള്ള മാനദണ്ഡം ലീഗിനുള്ളിൽ നിലനിൽക്കുകയാണ്. പക്ഷെ തെക്കൻ കേരളത്തിലെ ഒരു പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കിക്കൊണ്ടാണ് അബ്ദുൽ ഗഫൂറിനെ പരിഗണിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇനി മലപ്പുറത്ത് നിന്ന് 2 പേരിൽ ഒതുങ്ങാനുള്ള ഒരു സാധ്യതയില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ കെ.എം. ഷാജിയും, ഒപ്പം തന്നെ ഇനി ഒരു മൂന്നാമതൊരു പി.കെ. ബഷീർ ഇല്ലെങ്കിൽ മൂന്നാമത് ആര് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ വള്ളിക്കുന്നിലെ സീനിയോറിറ്റി കൂടി പരിഗണിച്ചുകൊണ്ട് വള്ളിക്കുന്ന് MLA ആയ ടി.വി. ഇബ്രാഹിം വരും എന്നുള്ളൊരു സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ കേന്ദ്രീകരിച്ചു കൂടി ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. എൻ ഷംസുദ്ദീൻ, പിന്നീട് 5ാമത് പാറക്കൽ അബ്ദുള്ള. ഇങ്ങനെയാണ് ഇപ്പോഴുള്ള ഒരു ഫോർമുലയിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ പോലും മാറ്റങ്ങൾ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവസാനവട്ട ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യം. ഓക്കെ, അരുൺ അമൃതനാഥാണ് കാര്യങ്ങൾ പറഞ്ഞത്. ലീഗിലും ഈ തരത്തിൽ അവസാനവട്ട ചർച്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.